നിങ്ങൾ പരുന്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴ്ന്നു പറക്കുന്ന പരുന്തിനെ കാക്ക പലപ്പോഴും ആക്രമിക്കാൻ വരും. പക്ഷേ പരുന്ത് കാക്കയുമായി ഒരു പോരാട്ടത്തിനൊരിക്കലും ശ്രമിക്കാറില്ല. മിക്കവാറും അത് കാക്കയും വഹിച്ച് മുകളിലേക്ക് പറക്കും. വളരെ ഉയരത്തിലെത്തുമ്പോൾ കാക്കയ്ക്ക് ശ്വാസമെടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അങ്ങനെ പിടിച്ചു നിൽക്കാനാവാതെ കാക്ക താഴേക്ക് വീഴും. ഇവിടെ പരുന്ത് നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. നെഗറ്റീവായ മനുഷ്യരോട് പകരം വീട്ടി മത്സരിക്കേണ്ടതേയില്ല. അങ്ങനെ പകരം വീട്ടി മത്സരിക്കാൻ നിങ്ങൾ നിന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളും പൂർണ്ണമായ നെഗറ്റിവിറ്റിയിലേക്ക് പോകും. നിലവാരമില്ലാത്തവർക്ക് എറിഞ്ഞു വീഴ്ത്താൻ പറ്റുന്ന ദൂരത്തിന് പരിധിയുണ്ട്. സ്വന്തം പ്രകടനം ആ പരിധിക്കും മുകളിലേക്ക് ഉയർത്തുക, അതുക്കും മുകളിലേക്ക്. വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ചെറിയ പരിഹാസങ്ങളെ പാടെ അവഗണിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബർണാഡ് ഷാ പറഞ്ഞത് കേട്ടില്ലേ? ചുറ്റുമുള്ള നായ്ക്കുട്ടികൾ കുരയ്ക്കട്ടെ എന്നാണ്. നിങ്ങൾ ലക്ഷ്യസ്ഥാനം എവിടെയാണോ നിശ്ചയിച്ചിരിക്കുന്നത് അവിടേക്ക് യാത്ര ചെയ്താൽ അത് സ്വാഭാവികമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ മനുഷ്യരെല്ലാം തുടക്കത്തിൽ ഇത്തരം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല. അതുകൊണ്ട് ഏതു നിമിഷങ്ങളിലും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് പരുന്തിനെ പോലെ നിങ്ങൾ മുകളിലേക്ക് പറക്കണം. നിങ്ങൾ നെഗറ്റിവിറ്റിയുള്ളവർ കുറച്ചുനേരം നിങ്ങളുടെ പിന്നാലെ ചിറകടിച്ച് ഒടുവിൽ തളർന്ന് താഴേക്ക് വീഴും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്കത്രമേൽ ഉറപ്പുള്ളതും